ഹലോ ഗൈസ്, ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ കൂടുതൽ ഐറ്റംസ് ഒന്നും ഇതിലേക്ക് ഉപയോഗിക്കുന്നില്ല. എൻ്റെ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ഐറ്റംസ് വെച്ചുകൊണ്ട് ഞാനൊരു പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫ്രൈഡ് റൈസ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. 3 കപ്പ് അരി വെച്ചാണ് ഞാനിന്ന് റൈസ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് നല്ലപോലെ മിക്സ് ചെയ്യാൻ പാകത്തിന് പറ്റിയൊരു പാത്രം നമ്മൾ ആദ്യം തന്നെ എടുക്കണം. ഇതേപോലത്തെ എന്തെങ്കിലും ഉരുളയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്കതിലേക്ക് ആദ്യം തന്നെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുക്കാം. ഇനി അതിലേക്ക് 3 മുട്ട, നിങ്ങൾക്ക് 3 4 അതിൽ 5 മുട്ട നമുക്കിതിലേക്ക് വേണമെങ്കിൽ എടുക്കാം. ഞാനിപ്പോൾ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും അതുപോലെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഈ 1 മുട്ട ചിക്കി കൊടുക്കുക. ഇതിലേക്കുള്ള റൈസ് ഞാൻ നേരത്തെ തന്നെ കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ ഞാൻ എങ്ങനെയാണ് ചെയ്തതെന്ന് ഞാൻ പറഞ്ഞു തരാം. 3 കപ്പ് അരിയാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. സാധാരണ ചോറ് വേവിക്കുന്നത് പോലെ അതിലേക്ക് കുറച്ച് ഉപ്പും എന്തെങ്കിലും ഒരു ഓയിൽ ലൈക്ക് വെജിറ്റബിൾ ഓയിൽസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. നല്ലപോലെ മീൻസ് ഒരു 75% നമ്മൾ ഈ ഒരു അരി വേവിച്ചെടുത്താൽ മതി. ബാക്കി വെന്ത് കഴിയുമ്പോഴേക്ക് നമുക്കിതൊന്ന് ഊറ്റി മാറ്റി വെക്കണം. അതിനുശേഷം 2 പാത്രത്തിലാക്കി മാറ്റി വെച്ചിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് പരസ്പരം മുട്ടില്ല. ഓരോ അരിയും നല്ലപോലെ സ്പ്ലിറ്റായിട്ട് കിടക്കും, തമ്മിൽ മുട്ടാണ്ട് കിടക്കും. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ഫ്രൈഡ് റൈസ് കാണാനും രസം ഉണ്ടാവുള്ളൂ, തിന്നുമ്പോൾ രസം ഉണ്ടാവുള്ളൂ. അപ്പം ഞാനിത് നേരത്തെ തന്നെ ചെയ്ത് വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാത്തത്. ആദ്യം തന്നെ ഇതേപോലെ റൈസ് സെറ്റാക്കി വെക്കുകയാണെങ്കിൽ നമ്മുടെ പകുതി പണി എന്തായാലും കുറയും. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ചെയ്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചത്. ഇതാകുമ്പോൾ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നോക്കാം. അതല്ലെങ്കിൽ ചോറിൻ്റെ പുറകെ നടന്ന് നമ്മുടെ സമയം പോകും, ടെൻഷനാകും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതേപോലെ ചെയ്ത് വെച്ചിട്ടുള്ളത്. പിന്നെ ഞാനിതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്യാത്തതിൻ്റെ കാരണം നമ്മൾ ഓൾറെഡി സാധാരണ ചോറ് വെക്കുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. ഉപ്പും കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മാത്രമേ വേവിച്ചു എന്നുള്ളൊരു വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇത് കാണിക്കാത്തത്. നിങ്ങൾക്ക് എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുട്ട ഇവിടെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. നമുക്കിനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇനി ഇതിലേക്ക് കുറച്ചും കൂടെ വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇനി അതിൽ കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ളത് അത് ആഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക് നല്ലപോലെ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുണ്ട് ഇതെല്ലാം ചെയ്യേണ്ടത്. ഇനി നമ്മൾ ഫുഡിൽ ഫ്ലെയിം കൂട്ടി വെച്ചിട്ടുള്ള കുക്കിംഗ് ആണ്. അപ്പോൾ എന്തായാലും അത് മറന്നു പോകാണ്ട് നിങ്ങൾ എന്തായാലും ചെയ്യണം. ഇനി അതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള കുറച്ച് ക്യാപ്സിക്കത്തിൻ്റെ പീസ് ഉണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള ബീൻസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും ക്യാബേജൊക്കെ നിങ്ങൾക്ക് അവൈലബിൾ ആണെങ്കിൽ അതും ഈ സമയത്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. എൻ്റെ അടുത്ത് ഈ 2 ഐറ്റംസ് ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഉള്ളത് മാത്രമേ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ബീൻസ് മാത്രമാണ് ഉണ്ടായിരുന്ന ആകെ പച്ചക്കറി, പിന്നെ കുറച്ച് ക്യാപ്സിക്കവും. അപ്പോൾ രണ്ടും ഞാൻ ചെറുതായിട്ട് അരിഞ്ഞിട്ട് ഇതിലേക്ക് ഇട്ടിട്ട് ഫുൾ സ്പീഡിലാണ് ഇപ്പോൾ ഫ്ലെയിം കിടക്കുന്നത്. കുറച്ച് ഉപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ റൈസിൽ ഓൾറെഡി ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഈ വെജിറ്റബിൾസിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഉപ്പാണ് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. എല്ലാം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക. വെജിറ്റബിൾസ് എല്ലാം ഇപ്പോൾ ആവശ്യത്തിന് കുക്കായിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. അപ്പോൾ നേരത്തെ നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മുട്ട ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂണോളം സോയാ സോസും 2 ടീസ്പൂൺ ചെറിയ ടീസ്പൂണാണ് കേട്ടോ പഞ്ചസാരയും ഞാനിതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം നല്ലപോലെ ഇളക്കി കൊടുക്കണം. അങ്ങനെ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ കുക്കായിട്ടുണ്ട്, എല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് റൈസ് ഇട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു റൈസാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമുക്കിതെല്ലാം കൂടി നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇന്നിപ്പോൾ ഞാൻ ചെയ്ത റൈസ് കറക്റ്റ് വേവായിരുന്നു. അതിപ്പോൾ നിങ്ങൾക്ക് കാണാനും പറ്റുന്നുണ്ട്. ആവശ്യത്തിന് വെന്തിട്ടുണ്ട്, എന്നാൽ ഉടഞ്ഞു പോയിട്ടുമില്ല. ആ ഒരു ഷേപ്പ് അത് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നിങ്ങളും ഇതേപോലെ തന്നെ ട്രൈ ചെയ്യണം. ഒട്ടും കുഴഞ്ഞു പോകാൻ പാടില്ല, വേവ് കുറവും പാടില്ല, ആവശ്യത്തിനുള്ള വേവ്. അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ പിന്നെ നമുക്കിതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ മിക്സിങ്ങിലാണ് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തായാലും അതുപോലെ തന്നെ ഇതേപോലെ എന്തെങ്കിലും സ്പാച്ചിലോ അതല്ലെങ്കിൽ മരത്തവിയും വെച്ച് വേണം മാക്സിമം ഇതൊന്ന് ഇളക്കി കൊടുക്കണം. അതല്ലാണ്ട് സ്പൂൺ വെച്ചൊക്കെ ആണെങ്കിൽ അരി പൊട്ടിപ്പോകാൻ ചാൻസ് ഉണ്ട്. അതായത് നമ്മൾ ആ സ്പൂണും കൊണ്ട് അരി ഒന്നും കൂടി മുറിഞ്ഞു പോകുന്നത് ഒരു അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഇതേപോലത്തെ എന്തെങ്കിലും മരത്തവിയോ അതല്ലെങ്കിൽ സ്പാച്ചുല വെച്ചിട്ടോ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്പ്രിങ് ഓണിയൻസ് അതുപോലെ ചിക്കൻ പീസസ് ഒക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ചിക്കൻ പീസസ് ഇടുന്നില്ല, സ്പ്രിങ് ഓണിയൻ ഇതിലേക്ക് ഇടുന്നില്ല. എൻ്റെ അടുത്തുള്ള ഐറ്റംസ് വെച്ച് മാത്രമാണ് ഞാനിന്നിപ്പോൾ ഈ ഫ്രൈഡ് റൈസ് റെഡിയാക്കിയിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആവശ്യമുണ്ട്. ആ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഗാർണിഷിങ്ങിന് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കും. ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള മല്ലിയിലയും കൂടി ഇട്ടിട്ട് നമുക്കിതൊന്ന് ഗാർണിഷ് ചെയ്തെടുക്കാം.
പിന്നെ വേറൊരു ടിപ്പും കൂടി ഞാൻ പറഞ്ഞു തരാം. ഇതേപോലത്തുള്ള ഫ്രൈഡ് റൈസൊക്കെ കഴിക്കാൻ പോകുന്ന നേരത്ത് മാത്രം ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം നേരത്തെ തന്നെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നമ്മൾ വെന്ത് കഴിയുമ്പോൾ തന്നെ ഏതെങ്കിലും പാത്രം വെച്ചത് മൂടി വെക്കും. അങ്ങനെ മൂടി വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഈ ആവി വെള്ളം ഇറങ്ങി റൈസിലേക്ക് വീഴും. പിന്നെ ആ ഒരു ആവിയുടെ ടേസ്റ്റൊക്കെ ആയിരിക്കും റൈസിന് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനെ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം കഴിക്കണേന് തൊട്ട് മുന്നേ ഇതേപോലത്തെ റൈസ് റെഡിയാക്കണമെങ്കിൽ നമുക്ക് ചൂടോട് കൂടി തന്നെ സെർവ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ എന്തായാലും ഇത്രയുള്ള നമ്മുടെ ഇന്നത്തെ ഫ്രൈഡ് റൈസിൻ്റെ വീഡിയോ. മല്ലിയിലയുടെ എല്ലാം ഫ്ലേവർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് ഈ സമയത്ത് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലേക്ക് ഇട്ടുകൊടുക്കാം. അതിഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഭാഗം തന്നെ ഒഴിവാക്കാം. അതായത് മല്ലിയില ഇടാണ്ട് തന്നെ നമുക്കിത് നേരെ സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ പിന്നെ നമുക്ക് അധികം വൈകാണ്ട് തന്നെ ചില്ലി ചിക്കൻ്റെ വീഡിയോയിലേക്ക് കിടക്കാം. ചില്ലി ചിക്കൻ തയ്യാറാക്കാനായിട്ട് ഞാൻ 1/2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ അരമണിക്കൂർ മുന്നേ കുരുമുളകും ഉപ്പും കൂടി ഇട്ട് നല്ലപോലെ പുരട്ടിയിട്ടെടുത്ത് ഫ്രിഡ്ജിലോട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കിതിലേക്ക് ബാക്കി കാര്യങ്ങളും കൂടി എന്തൊക്കെയാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചിട്ടുണ്ട്. 3 ടേബിൾ സ്പൂണോളം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ, അതായത് ചിക്കൻ പീസസിൻ്റെ പുറത്ത് ആ ഒരു കോട്ടിങ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്കൊരു 6 ടേബിൾ സ്പൂൺ വരെയെല്ലാം കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറാണ് ഇടുന്നത്. എനിക്കതിൻ്റെ ടേസ്റ്റ് അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ ചിക്കനും കുരുമുളകും കൂടി പുരട്ടിച്ചപ്പോൾ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ കോൺഫ്ലവറും കൂടി ഇട്ടപ്പോഴേക്കും ആ ഉപ്പ് എന്തായാലും കുറഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കുന്നത്. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് നമുക്ക് അരമണിക്കൂറോളം ഫ്രിഡ്ജിലോട്ട് നിർത്തി വെക്കാം. പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചെടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. ചൈനീസ് ഐറ്റംസിനെല്ലാം നമ്മൾ ഇത്തരത്തിലുള്ള ഓയിൽസാണ് ഉപയോഗിക്കുന്നത്, അല്ലാണ്ട് നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയൊന്നും ഇതിൽ ഉപയോഗിക്കില്ല. എണ്ണ നല്ലപോലെ ചൂടായപ്പോഴേക്കും നമുക്കിതിലേക്ക് ഇനി ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ 2 ലെഗ് പീസ് ഇട്ടിട്ടുണ്ട്. ലെഗ് പീസ് എനിക്ക് എന്തായാലും കട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നത്. നമുക്ക് നല്ലപോലെ കുക്കായിട്ട് ഇതിൻ്റെ പീസസൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം. അപ്പോൾ എല്ലാ പീസും ഞാൻ ഇതേപോലെ ഒറ്റ ട്രിപ്പിൽ തന്നെ വേവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ എല്ലാം കൂടി ഇട്ടിട്ടുണ്ട്. ഈ ചിക്കൻ പീസസ് തമ്മിൽ മുട്ടാണ്ട് നമുക്ക് ഇതേപോലെ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് ഒന്ന് മാറ്റി കൊടുക്കണം. ഇനി ഫ്ലെയിം ഫുള്ളിലിട്ടിട്ട് 1 മിനിറ്റോളം കുക്ക് ചെയ്തതിന് ശേഷം ഫ്ലെയിം കുറച്ചിട്ടിട്ട് ഒരു 5 മിനിറ്റ് ഒരു സൈഡ് വേവിക്കുക. അതിനുശേഷം തിരിച്ചിട്ടിട്ടും 5 മിനിറ്റ് വേവിക്കുക. ഇതാണ് ഇതിൻ്റെ ഒരു വേവിൻ്റെ ഒരു പരുവം എന്ന് പറയുന്നത്. അങ്ങനെ ഒരു സൈഡ് നല്ലപോലെ വെന്തിട്ടുണ്ട്, അടിപൊളിയായിട്ട് ക്രിസ്പായി വന്നിട്ടുണ്ട്. നമുക്കിനി അടുത്ത സൈഡും കൂടി നല്ലപോലെ ഒന്ന് ക്രിസ്പാക്കി എടുക്കണം. ചിക്കൻ ഇവിടെ 2 വശവും നല്ലപോലെ ക്രിസ്പായിട്ട് മുരിഞ്ഞിട്ടിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് നമുക്ക് നേരെ ഇതെങ്ങനെ തയ്യാറാക്കേണ്ടതെന്ന് നോക്കാം. ഞാനപ്പോൾ സെയിം പാനിൽ അതേ വെളിച്ചെണ്ണയിൽ തന്നെയാണ് ബാക്കി കുക്കിങ്ങൊക്കെ നടത്താൻ പോകുന്നത്. അതിലേക്ക് ചെറുതായി അരിഞ്ഞ് വെച്ചിട്ടുള്ള വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി, ഇനി 2-3 ചുമന്ന പച്ചമുളക്. ഇപ്പോൾ എൻ്റെ അടുത്ത് റെഡ് കളറിലെ ക്യാപ്സിക്കം ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് എന്തായാലും കറിക്ക് കുറച്ചും കൂടി കളർ കിട്ടട്ടെ, മീൻസ് ആ ഒരു റെഡ് കളറും കൂടി കണ്ണിൽ കാണാൻ രസം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ റെഡ് കളറിലെ മുളകാണ് ഇട്ടിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. പിന്നെ ക്യൂബ് സൈസിൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു സവാള ഞാൻ ക്യൂബ് സൈസിൽ അരിഞ്ഞിട്ട് ഓരോ ഇതിലായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി ഇട്ടിട്ട് നല്ലപോലെ വഴറ്റി കൊടുക്കുക. ഫ്ലെയിം ഇപ്പോഴും ഫുള്ളല്ല ചെയ്യേണ്ടത്. പിന്നെ അതിലേക്ക് സോയാ സോസും ടൊമാറ്റോ സോസും ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഈ ഒരു ഗ്രേവിക്ക് ആവശ്യമുള്ള ഉപ്പും ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി ഈ ഗ്രേവി നല്ലപോലെ തിളച്ചതിന് ശേഷം നമുക്ക് വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. വേണ്ടത് കോൺ സ്റ്റാർച്ച് ആണ്. കോൺ സ്റ്റാർച്ച് എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവറിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കുക. ആ ഒരു വെള്ളമാണ് നമുക്കിനി ഇതിലേക്ക് വേണ്ടത്. ഇതെന്തിനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കറി കുറച്ചും കൂടി ഗ്രേവി ആവാനായിട്ടാണ്. അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വെള്ളത്തിൻ്റെ ആ ഒരു പരുവത്തിലായിരിക്കും കറി ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഇതിലേക്ക് വേണമെങ്കിൽ ഫുഡ് കളറൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ ചില്ലി ചിക്കൻ കുറച്ചും കൂടി കളറിലിരിക്കും, നല്ലൊരു റെഡ് കളറിലായിട്ടിരിക്കും. ഞാനിതിൽ ഫുഡ് കളർ ഉപയോഗിക്കുന്നില്ല, അതുകൊണ്ടാണ് നമ്മുടെ ഈ ചില്ലി ചിക്കനിന് ഇത്തിരി കളർ കുറവും കുറച്ച് ഡള്ളായിട്ടും തോന്നുന്നത്. പിന്നെ ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള കോൺ സ്റ്റാർച്ചും ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം. ഉപ്പ് കുറവാണെങ്കിൽ കുറച്ചും കൂടി ഉപ്പ് ഇട്ട് കൊടുക്കുക. അതുപോലെ സോസിൻ്റെയൊക്കെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക. സോയാ സോസ് ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ട കാര്യമില്ല, അത് കൂടിക്കഴിഞ്ഞാലും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കുള്ളൂ. അപ്പോൾ മാക്സിമം സോയാ സോസ് കൂടുതൽ ഉപയോഗിക്കാണ്ടിരിക്കാൻ തന്നെ നോക്കുക. പിന്നെ ഉപ്പും പുളിയൊക്കെ നമുക്ക് കൂടുതലാണെങ്കിൽ നമുക്കത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് പഞ്ചസാര ഇടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ബാലൻസ് ആയിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇങ്ങനെ എന്തെങ്കിലും കൂടിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജസ്റ്റ് ഇത്തിരി പഞ്ചസാര ഇട്ടിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ
ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടിട്ട് ഗാർണിഷ് ചെയ്യാം. പിന്നെ ഞാനിതിലും സ്പ്രിംഗ് ഓണിയൻ യൂസ് ചെയ്യുന്നില്ല, എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ മല്ലിയിലയും ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോട് കൂടി ആ റൈസിൻ്റെ കൂടെ തിന്നു നോക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോട് കൂടി തന്നെ നമുക്കിത് സെർവ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോത്തിലുള്ള ഗൈസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ടാറ്റാ.